ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം നോമ്പിലും പെരുന്നാളിലും ഐക്യത്തിൻ്റെ രീതിശാസ്ത്രം, മൻഹജ്. ഈ നോമ്പിലും പെരുന്നാളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നമ്മളെ ഈ വിഷയത്തിൽ ഐക്യപ്പെടാൻ എങ്ങനെയാണ് എന്ന് പഠിപ്പിച്ചതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും വിഷയത്തിൽ രണ്ട് അഭിപ്രായമാണ് ഇസ്ലാമിനുള്ളത്. ഒന്ന് ആഗോളവാദം, അതായത് ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രത്തിൽ കണ്ടാൽ അത് എടുക്കാം, എല്ലാവർക്കും അത് ബാധകമാണ്. രണ്ടാമത്തത് പ്രാദേശികവാദം, അതായത് അതാത് നാട്ടിൽ കാണണം. ഈ രണ്ട് വാദത്തിനും നിയമസാധുതയുണ്ട്, കാരണം രണ്ടാക്കും അവരുടേതായ തെളിവുകൾ ഉണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ മൂന്നാമത് ഒരഭിപ്രായമുണ്ട്, അത് ഗോളശാസ്ത്ര കണക്കാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, അത് സുന്നത്തല്ല, ബിദ്അത്താണ്. അത് ഹദീസിലൂടെ നിരോധിച്ചതാണ്. അത് നമ്മൾ വേറൊരു ദർസിലെടുത്തിട്ടുണ്ട്, ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ സംസാരിക്കുന്നില്ല. ഈ ചാനലിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് പോയാൽ നിങ്ങൾക്ക് ലേഖനത്തിൻ്റെ ലിങ്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ പോയിട്ട് അത് വായിച്ചാലും മതി. അല്ലെങ്കിൽ റമദാനിലെ ദർസുകൾ എന്ന് പറഞ്ഞിട്ട് ഈ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് ഗോളശാസ്ത്ര കണക്ക് ബിദ്അത്താണ് സുന്നത്താണ് എന്ന ദർസും കിട്ടും ഇൻഷാ അല്ലാഹ്. ആഗോളവാദം എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും കണ്ടാൽ മതി, മുസ്ലിം രാഷ്ട്രങ്ങൾ എവിടെങ്കിലും കണ്ടാൽ എല്ലാവർക്കും ബാധകമാണ്. ഇതിനുള്ള അവരുടെ പ്രധാനപ്പെട്ട തെളിവ് ഒട്ടക സംഘത്തിൻ്റെ ഹദീസാണ്. ഒട്ടക സംഘത്തിൻ്റെ ഹദീസ് പറയുന്നത്, ഒരു പ്രദേശത്ത് മഗ്‌രിബിന് മാസം കണ്ടു. അങ്ങനെ അവർ അടുത്ത ദിവസം അസറിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുമ്പം അവിടെ മാസം കണ്ടിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം കിട്ടിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുകയും, കാരണം അവർ മാസം കണ്ടിട്ടില്ല, അവർ നോമ്പിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിക്കുകയും അസറിന് ശേഷം വിവരം കിട്ടിയാലുള്ള നിയമപ്രകാരം അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ ആഗോളവാദക്കാർ പറയും, വിവരം കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തല്ലോ, അതുകൊണ്ട് നമുക്ക് വിവരം കിട്ടിയാൽ മതി നോമ്പും പെരുന്നാളും തുടങ്ങാൻ. ഇന്നത്തെ ആധുനിക കാലത്ത് നമുക്ക് മുസ്ലിം രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് സൗദിയിലൊക്കെ മാസം കണ്ട വിവരം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താക്കാം, നോമ്പും പെരുന്നാളും തുടങ്ങാം. ഇതാണ് ആഗോളവാദക്കാരുടെ ഒരു പ്രധാനപ്പെട്ട തെളിവ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒരു ദിവസത്തെ അന്നത്തെ യാത്ര 80 കിലോമീറ്ററാണ്. അപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് 80 കിലോമീറ്റർ ഇവിടുന്ന് പെരിന്തൽമണ്ണ വരെയുള്ള ദൂരെയാണ്. അപ്പോൾ അത് അടുത്ത പ്രദേശമാണ്, അടുത്ത പ്രദേശം, ദൂരപ്രദേശമല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഹദീസിൽ നിന്നുള്ള തെളിവ് അടുത്ത പ്രദേശത്തിന് വിവരം കിട്ടിയപ്പോൾ സ്വീകരിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ദൂരപ്രദേശത്ത് നിന്ന് വിവരം കിട്ടിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണെന്നും കൂടി നമ്മൾ അറിയണ്ടേ. കാരണം ഇസ്ലാമിലെല്ലാം വ്യക്തമാണ്, ഒന്നും പറയാതെ പോയിട്ടില്ല, ഒരു ആശയക്കുഴപ്പവും ഉണ്ടാവില്ല ഇസ്ലാമിൽ. അപ്പോൾ ദൂരപ്രദേശത്തുള്ള വിവരം കിട്ടിയപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, കൽപ്പിക്കുന്നത് അത് എടുക്കാൻ പാടില്ല. ആ ഹദീസാണ് ഖുറൈബ് റളിയല്ലാഹു അൻഹു ഷാമിൽ നിന്ന് മദീനത്തെത്തിയ ദിവസം, മാസത്തിൻ്റെ അവസാനമാണ് എത്തുന്നത് ഹദീസ് പറയുന്നുണ്ട്.
അപ്പോൾ ഖുറൈബ് റളിയല്ലാഹു അൻഹു 30ാമത്തെ നോമ്പാണ്. മദീനത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് 29ാമത്തെ നോമ്പാണ്. കാരണം ഹദീസിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, ഷാമിൽ റമദാൻ 1 മാസം കണ്ടത് വെള്ളിയാഴ്ചയും മദീനത്ത് കണ്ടത് ശനിയാഴ്ചയുമാണ്. അപ്പോൾ ഒരു ദിവസം ഷാമിൽ ഒരു ദിവസം മുന്നെയാണ് കണ്ടത്. അപ്പോൾ ഖുറൈബ് മാസത്തിൻ്റെ അവസാനത്തിൽ വരുമ്പോൾ ഖുറൈബിന് 30ഉം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുക്ക് 29ഉമാണ് നോമ്പ്. അപ്പോൾ ഇവിടെ ആഗോളവാദപ്രകാരം എന്ത് ചെയ്യണം? അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിക്കണം. കാരണം വിവരം കിട്ടി, ഖുറൈബിന് 30ആയി, ഇബ്നു അബ്ബാസിനാണെങ്കിൽ 29 പൂർത്തിയാവും. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത ദിവസം പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഷാമിലേത് പോരേന്നും ഖുറൈബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോരാ, നമ്മളിവിടെ കണ്ടാലെടുക്കും, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കും എന്ന രീതിയിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട വാക്ക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹഖദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചത്. അപ്പോൾ അതൊരു കൽപ്പനയാണ്, മുഴുവൻ സഹാബത്തിനോടും പറഞ്ഞതാണ് റളിയല്ലാഹു അൻഹു. വെറും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞതല്ല, മുഴുവൻ സഹാബത്തിനോടും പറഞ്ഞതാണ്. അപ്പോൾ എല്ലാ സഹാബത്തും ഇതിനോട് യോജിപ്പാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുകൊണ്ട് ഇത് ഹദീസാണ്, ഇത് സഹീഹ് മുസ്ലിമിലെ ഹദീസാണെന്നാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയത്. അല്ലാതെ ഇവിടെ കേരളത്തിൽ ചിലർ പറയുന്നത് പോലെ ഇതൊരു അസറല്ല. ബാറക്കല്ലാഹു ഫീക്കും. പിന്നുള്ളൊരു തെളിവ് ആഗോളവാദക്കാർക്കുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി തീരുമാനിച്ചത്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അത് ദൂരപ്രദേശമാണോ എന്ന് വ്യക്തമായിട്ട് തെളിവില്ല. ബാറക്കല്ലാഹു ഫീക്കും. പിന്നൊരു തെളിവ് അവർ പറയുന്നത് മുഹറം നോമ്പുമായിട്ട് ബന്ധപ്പെട്ടൊരു ഹദീസാണ്. 10ാമത്തെ ദിവസം മുഹറം 10-ന് വിളംബരം ചെയ്തു എന്ന നോമ്പാണ് എന്ന്. ഈ ഹദീസിലും എപ്പോഴാണ് മാസപ്പിറവി കണ്ടതെന്നോ അത് ദൂരപ്രദേശമാണെന്നോ ഒന്നും പറയുന്നില്ല. മാസപ്പിറവി 1-ാം തീയതി തന്നെ കണ്ടിട്ടുണ്ടാവാം, എന്നിട്ട് 10-ാം തീയതി നോമ്പായപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, എന്ത് ഇതാ മുഹറം 10 നോമ്പായെന്ന് ഓർമ്മിപ്പിച്ച് വിളംബരം ചെയ്യാണ്. അപ്പോൾ ഈ ഹദീസിലും എന്താണ് വ്യക്തമായിട്ട് പറയുന്നില്ല, എപ്പം മാസം കണ്ടു, എവിടുന്ന് കണ്ടു, ഒന്നുമില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ എന്താണ്, തെളിവില്ലാത്ത റിപ്പോർട്ടുകൾ ഇസ്ലാമിക നിയമങ്ങൾ എടുക്കാൻ പാടുള്ളതല്ല എന്നത് ഉസൂലാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി വേറെയും തെളിവുകളുണ്ട്. നമ്മൾ സഹാബത്തിൻ്റെ അമലുകളൊക്കെ നോക്കിയാൽ എന്താണ്, അവരൊക്കെ സഹാബാക്കൾ നാട്ടിലെ പോലെ നിന്നതാണ് എന്നാണ് നമുക്ക് വ്യക്തമായിട്ട് കിട്ടുന്നത്. യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഖുറൈബിൻ്റെ ഹദീസിന് വ്യക്തമാണ്, വിദൂര പ്രദേശമായപ്പം വിവരം കിട്ടി എടുത്തില്ല. ഒട്ടക സംഘം അടുത്ത പ്രദേശമായപ്പം വിവരം കിട്ടി എടുത്തു. എത്ര ക്ലിയറാണ്, വ്യക്തമാണ്, വാദിഹാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമ്മൾ അറഫ ദിവസത്തെ നോമ്പ് നോക്കുക. അറഫ ദിവസത്തെ നോമ്പ് നോറ്റാൽ പാപം പൊറുക്കുമെന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ആഗോളവാദക്കാർ പറയും, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പ് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടണമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത് എന്നും സഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങനെ അമൽ ചെയ്തു എന്നും നമുക്ക് തെളിവ് കിട്ടണ്ടേ? അങ്ങനെ കിട്ടുന്നില്ല. കാരണം എന്താ, ഹാജിമാർ അറഫ ദിവസം അവിടെ നിൽക്കുന്ന ദിവസമാണ് നോമ്പ് നോക്കേണ്ടതെങ്കിൽ സഹാബത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയപ്പോൾ, അതറിയപ്പെട്ടതാണ്, ചരിത്രത്തിലുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തും സഹാബാക്കൾ റളിയല്ലാഹു അൻഹും പോയിട്ടുണ്ട്. പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്, അവർ പോയപ്പം അതാത് പ്രദേശത്തെ പോലെയാണ് മാസപ്പിറവി കണ്ടത് എന്ന്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ആ ദിവസം തന്നെ നോമ്പ് നോക്കണം എന്നാണ് ഹദീസിൻ്റെ താല്പര്യം, ഉദ്ദേശമെങ്കിൽ സഹാബാക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയപ്പം എങ്ങനെ അമൽ ചെയ്യാൻ പറ്റും? ഹാജിമാർ അറഫയിൽ
നിൽക്കുന്ന ദിവസം എങ്ങനെ നോമ്പ് നോക്കാൻ പറ്റും? കാരണം അന്നവർക്ക് അറിയാനുള്ള യാതൊരു മാർഗവും ഇല്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതൊരു ഇബാദത്താണ്. ഇബാദത്ത് പൂർണ്ണമാക്കി കഴിഞ്ഞു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദീൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, പൂർണ്ണമാക്കി തന്നു, ഇസ്ലാം മതമായിട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു പറഞ്ഞില്ലേ സൂറത്ത് മാഇദയുടെ 3-ാമത്തെ വചനത്തിൻ്റെ അവസാനത്തിൽ. അപ്പോൾ ഇബാദത്ത് അതെങ്ങനെ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം. പിന്നെ അതിനെ മാറ്റാൻ പറ്റൂല. ആധുനിക വിഷയങ്ങളൊക്കെ വന്നല്ലോ എന്ന് പറഞ്ഞ് മാറ്റാൻ ഇബാദത്തിൽ പറ്റൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം തന്നെ നോമ്പ് നോക്കണമെന്ന് പഠിപ്പിച്ചിരുന്നെങ്കിൽ അന്നത് സാധ്യമാകണം. അന്നത് സാധ്യമായിട്ടില്ല. കാരണം സഹാബത്ത് അമല ചെയ്ത പോലെയാണ് നമ്മൾ അമല ചെയ്യേണ്ടത്, സഹാബത്ത് മനസ്സിലാക്കിയത് പോലെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഈ വിഷയത്തിൽ ആർക്കും തർക്കമില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അറിയാൻ സാധ്യത ഉണ്ടായിട്ടും ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം അറിയാൻ സാധ്യത ഉണ്ടായിട്ടും അവർ ആ ദിവസമാണ് കുറച്ച് ഒരു ദൂരത്തുള്ള പ്രദേശത്ത് നിന്ന് നോമ്പ് നോറ്റത് എന്ന് യാതൊരു രേഖയുമില്ല. അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ മക്കയിൽ ദുൽഹജ് 1 മദീനത്ത് അത് അറിയിക്കാൻ അന്ന് യാതൊരു പ്രയാസവുമില്ല. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റഹീഖുൽ മഖ്തൂം. ഇമാം മുബാറക് പൂരി റഹിമഹുള്ളയുടെ സൗദി അവാർഡ് കിട്ടിയ നബി സല്ലല്ലാഹുവിൻ്റെ ചരിത്ര ഗ്രന്ഥമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്തപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയപ്പോഴും 8 ദിവസം എടുത്തു. ഒട്ടകപ്പുറത്ത് മദീനയിൽ നിന്ന് തിരിച്ച് മക്കയിലേക്ക് ഹജ്ജിന് വന്നപ്പോഴും 8 ദിവസം തന്നെ എടുത്തു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കുതിരൻ്റെ മുകളിൽ എത്ര ദിവസം എടുക്കും? 8 ദിവസത്തിൽ കുറവല്ലേ എടുക്കുള്ളൂ, 6 7. കാരണം കുതിരക്ക് അത്രയും പെട്ടെന്ന് എത്താൻ പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ അങ്ങനെ മക്കയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് പോയതായിട്ട്, കാരണം ഉദ്യോഗസ്ഥരപ്പോൾ അയക്കേണ്ടി വരും. കാരണം ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഉദ്യോഗസ്ഥർ അയച്ചതായിട്ട് തെളിവുണ്ട്. സക്കാത്ത് പിരിക്കാൻ, ജിസിയ പിരിക്കാൻ, കത്തുകൾ അയക്കാൻ, സന്ദേശങ്ങൾ അയക്കാനൊക്കെ ഉദ്യോഗസ്ഥർ അയച്ചിട്ടുണ്ട്. പക്ഷെ നോമ്പിൻ്റെ വിഷയത്തിൽ അങ്ങനെ അയച്ചതായിട്ട് യാതൊരു രേഖയുമില്ല, തെളിവില്ല. ഇനി ഉദ്യോഗസ്ഥർ അയക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അന്ന് എപ്പോഴും യാത്രക്കാർ പോകുന്നില്ലേ, പണ്ടേ യാത്രക്കാർ പോകുന്നില്ലേ. അപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ദുൽഹജ് 1 പുറപ്പെട്ട ഒരു യാത്രക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ദുൽഹജ് 1 തുടങ്ങിയിട്ടുണ്ട്, മക്കയിൽ ഇതാ മദീനത്തെത്തി അറിയിക്കണം. കാരണം ഇത് അറിയിക്കേണ്ടതുണ്ട്. കാരണം എന്താ? കാരണം മക്കയിൽ പെരുന്നാളാകുമ്പം മദീനത്ത് നോമ്പാകാൻ പാടില്ല, ഹറാമല്ലേ ആഗോളവാദപ്രകാരം. ഇനി ആഗോളവാദം അല്ലാത്ത പ്രകാരം നോമ്പിൻ്റെ അന്ന് പെരുന്നാൾ ഹറാമല്ലേ. അപ്പോൾ എന്തായാലും റിപ്പോർട്ട് പോകണ്ടേ. അങ്ങനെ ഒരു റിപ്പോർട്ട് പോയതായിട്ട് യാതൊരു തെളിവും ഇല്ല. കാരണം ഒരു യാത്രക്കാരൻ പോയതായിട്ടും തെളിവുമില്ല. സഹാബാക്കൾ റളിയല്ലാഹുവിൻ്റെ നീണ്ട വർഷക്കാലം ഒരു റിപ്പോർട്ട് പോലും ഇല്ല. കാരണം ഇസ്ലാമിലെല്ലാം ക്ലിയറാണ്, എല്ലാത്തിനും റിപ്പോർട്ടുകളുണ്ടാവും. പ്രത്യേകിച്ച് ഇതിന് അവിടെ പെരുന്നാൾ മക്കയിലാകുമ്പം മദീനത്ത് നോമ്പ് പാടില്ല, ഹറാം ആയതുകൊണ്ട് എന്തായാലും റിപ്പോർട്ട് പോകണം. ആ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയും വേണം. യാത്രാസംഘം, കുതിരമത്ത് മറ്റേ ഉദ്യോഗസ്ഥനെ അയക്കേണ്ടതില്ല, ആ യാത്രക്കാരയച്ചാൽ മതി. കാരണം ആരാബികളെ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഒട്ടകസംഘത്തിൻ്റെ റിപ്പോർട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഒരു യാത്രക്കാർ പോകുമ്പോൾ പോലും അങ്ങനെ 1-ാം തീയതി മക്കയിലായി എന്നറിയിക്കുന്ന മദീനക്കാർക്ക് അറിയിക്കുന്ന യാതൊരു റിപ്പോർട്ടും ഇല്ല. അപ്പം എന്താ, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസമല്ല, മദീനത്ത് സഹാബാക്കളുടെ കാലത്ത് റളിയല്ലാഹു അൻഹും
നോമ്പ് നോറ്റത്. യാതൊരു തെളിവുമില്ല. കാരണം പ്രത്യേകിച്ച് ഹറാമായതുകൊണ്ട്, നോമ്പിൻ്റെ അന്ന് പെരുന്നാൾ ഹറാമായതുകൊണ്ട് ആ റിപ്പോർട്ട് നമുക്ക്, അങ്ങനെ ഒരു റിപ്പോർട്ട് പോയി എന്നുള്ളത് നമുക്ക് കിട്ടേണ്ടതായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി പ്രാദേശികവാദപ്രകാരം മക്കയിൽ പെരുന്നാൾ ആകുമ്പം മക്കയിൽ ദുൽഹജ്ജ് 10 പക്ഷെ മദീനയിൽ നോമ്പാകുമ്പോൾ അവിടെ ദുൽഹജ്ജ് 9 നോമ്പിൻ്റെ ദിവസമാണ്. അപ്പം എന്താ, പെരുന്നാളിൻ്റെ അന്ന് നോമ്പ് ഹറാമാകുന്നില്ല. കാരണം 2 പ്രദേശത്തും തീയതി വ്യത്യാസമാണ്. മക്കയിൽ ദുൽഹജ്ജ് 10 പെരുന്നാളിൻ്റെ ദിവസമാണ്, മദീനത്ത് ദുൽഹജ്ജ് 9 നോമ്പിൻ്റെ ദിവസമാണ്, പെരുന്നാളിൻ്റെ ദിവസമല്ല. അപ്പോൾ ഹറാമാകുന്നില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ആഗോളവാദക്കാർക്ക് അത് സത്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ബാറക്കല്ലാഹു ഫീക്കും, അവർ പക്ഷേ ഒരിക്കലും മഹാഭൂരിപക്ഷം പ്രാദേശികവാദം ഉള്ള ഒരു സ്ഥലത്ത് അവരിലെ ഒറ്റപ്പെട്ട വ്യക്തികളോ കക്ഷികളോ പ്രാദേശികവാദം ഉള്ളിടത്ത് ആഗോളവാദം നടപ്പിലാക്കാൻ പാടില്ല. ഇത് തിന്മയാണ്. കാരണം ഭിന്നത തിന്മയാണ്. ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ ഭിന്നത തിന്മയാണ്. അവിടെ സത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും നമ്മൾ ഭിന്നത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. അത് നിസ്കാരത്തിൻ്റെ വിഷയത്തിലാകട്ടെ, നോമ്പിൻ്റെ വിഷയത്തിലാകട്ടെ, പെരുന്നാളിൻ്റെ വിഷയത്തിലാവട്ടെ, അറവിൻ്റെ വിഷയത്തിലാവട്ടെ, ഇങ്ങനെ ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങൾ അത് ഭിന്നത പാടില്ല. സത്യം നമ്മളെ ഭാഗത്താണെങ്കിലും നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇങ്ങനത്തെ വിഷയങ്ങളിൽ ഭിന്നിക്കൽ അൽ ഖിലാഫു ശർറുൻ, ഭിന്നത തിന്മയാണ്. കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി ഹജ്ജിൻ്റെ സമയത്ത് ലോഹർ അസ്ർ നിസ്കരിക്കുന്ന വിഷയത്തിൽ. പക്ഷെ അവസാനം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായ പ്രകാരം നിസ്കരിച്ചു. അങ്ങനെ സഹാബാക്കൾ ചോദിച്ചു, എന്തേ ഇവിടെ ഇങ്ങനെ നിസ്കരിച്ചത്, നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖിലാഫു ഷർറുൻ, ഭിന്നത തിന്മയാണ്. അപ്പോൾ എന്താണ്, നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഇത് കാണാം. ഹദീസുകളുണ്ട്, 3 ഹദീസുകളുണ്ട്. ഇമാമുമായി ഭിന്നിക്കരുത്, ഇമാമിനെ പിന്തുടരണം, ഇമാമിന് തെറ്റ് പറ്റിയാൽ മഅ്മൂമിന് പ്രതിഫലം, പക്ഷെ മഅ്മൂമ് ഇമാമിനെ പിന്തുടരണം. ഈ 3 ഹദീസുകൾ വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ കുനൂത്ത് ഓതുന്ന ഒരു മസ്ജിദിൽ പോയാൽ, ഫജ്റിന് കുനൂത്ത് ഓതുന്ന മസ്ജിദിൽ പോയാൽ അവിടെ കുനൂത്ത് ഓതണം. ഷെയ്ഖ് റബി, ഷെയ്ഖ് ഉസൈമീൻ, ഷെയ്ഖ് ബിൻ ബാസ്, അങ്ങനെ നിരവധി, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ ഭിന്നത പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കറിയാം, പിന്നെ ഫജ്റിന് കുനൂത്ത് ബിദഅത്താണെന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ സലഫികൾ. പക്ഷേ ഒരുമിച്ച് നിർവഹിക്കുന്ന കർമ്മമായതുകൊണ്ട് ഒരു ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുമ്പം ആ ഇമാമ് കുനൂത്ത് ഓതുമ്പം അവിടെ അൽ ഖിലാഫു ഷർറുൻ, ഭിന്നത തിന്മയാണ്. അതുപോലെ തന്നെയാണ് നോമ്പിൻ്റെ വിഷയവും. ഹദീസ് ഉണ്ട്, അസ്സൗമു യൗമ തസൂമു എന്ന് പറഞ്ഞ ഹദീസ് എല്ലാവർക്കും അറിയാലോ. നോമ്പ് ജനങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസമാണ്. അതേപോലെ പെരുന്നാളിനെക്കുറിച്ചും പറഞ്ഞു, അറവിനെക്കുറിച്ചും പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. ഈ ഹദീസിൻ്റെ ഷറഹിൽ ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുമായിട്ട്, മുസ്ലിങ്ങളുമായിട്ട് നിങ്ങൾ നോമ്പ് തുടങ്ങണം, പെരുന്നാൾ ആഘോഷിക്കണം, ഭിന്നിക്കരുത്, ഐക്യം വേണം എന്ന് പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ ഹദീസിൽ നോമ്പും പറയുന്നുണ്ട്, പെരുന്നാളും പറയുന്നുണ്ട്, അറവും പറയുന്നുണ്ട്. അപ്പോൾ ആഗോളവാദക്കാർക്ക് അവരുടെ വാദം ശരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും അവർ എന്ത് ചെയ്യാൻ പാടില്ല, ബഹുഭൂരിപക്ഷം പ്രാദേശികവാദങ്ങൾ ഉള്ളിടത്ത് അവർ ഒറ്റപ്പെട്ട വ്യക്തികളോ കക്ഷികളോ
അമൽ ചെയ്യാൻ പാടില്ല, അത് ഷർറാണ്, അത് തിന്മയാണ്. ബാറക്കല്ലാഹു ഫീക്കും. കാരണം പണ്ഡിതന്മാർ അത് വ്യക്താക്കിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ തുടക്കത്തിൽ പറഞ്ഞല്ലോ, തർക്കമുള്ള വിഷയമാണ്, രണ്ട് അഭിപ്രായമുണ്ട്, ആഗോളവാദവും പ്രാദേശികവാദവും. പക്ഷെ തർക്കമില്ലാത്ത വിഷയമുണ്ട് ഈ വിഷയത്തിൽ തന്നെ. എന്താ അത്? ഒരു നാട്ടിൽ ഭിന്നത പാടില്ല. അവിടെ ഭൂരിപക്ഷവും പ്രാദേശികവാദികളാണെങ്കിൽ എല്ലാവരും പ്രാദേശികവാദികളായിരിക്കണം. ഇനി ഭൂരിപക്ഷവും ആഗോളവാദമാണെങ്കിൽ എല്ലാവരും ആഗോളവാദമായിരിക്കണം. അപ്പോൾ നമ്മളെ കേരളത്തിൽ എല്ലാവരും ആഗോളവാദം അംഗീകരിച്ചാൽ അൽഹംദുലില്ലാഹ് നമുക്കെല്ലാവർക്കും ആഗോളവാദമാകാം. പിന്നെ അവിടെ ഒറ്റപ്പെട്ട വ്യക്തികളോ കക്ഷികളോ പ്രാദേശികവാദമാണ് ശരി, എൻ്റെ അടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞ് തർക്കിക്കരുത്. നമ്മളെ ഭാഗത്ത് സത്യമാണെങ്കിൽ നമ്മൾ ആഗോളവാദക്കാരെ കൂടെ ചേരണം, എന്നിട്ട് ആഗോളവാദം പ്രകാരം അമൽ ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. കേരളത്തിലെല്ലാവരും അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ആ ദയവത്താ ചെയ്യണ്ടേ ആഗോളവാദക്കാർ കമ്മിറ്റിക്കാരോടും മറ്റ് പണ്ഡിതന്മാരോടൊക്കെ ആഗോളവാദത്തിൻ്റെ തെളിവുകളൊക്കെ സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ. കാരണം ഞാൻ മനസ്സിലാക്കിയത് ആഗോളവാദക്കാർക്ക് തെളിവ് പോരാന്ന്. അതാണ് ഞാൻ ആദ്യം ആ തുടക്കത്തിൽ പറഞ്ഞത്. ഇനി അവർക്ക് വ്യക്തമായിട്ട് തെളിവ് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അവർ തെളിവ് സമർപ്പിക്കട്ടെ, എന്നിട്ട് ആഗോളവാദം സത്യമാണെന്ന് ബോധ്യപ്പെടുത്തട്ടെ, എന്നിട്ട് കേരളക്കാർ അംഗീകരിക്കട്ടെ. അപ്പോൾ എല്ലാവരും ആഗോളവാദക്കാരാകും. അങ്ങനെ പറ്റുള്ളൂ ഈ വിഷയത്തിൽ. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിൽ തർക്കമില്ല. ഒരു നാട്ടിൽ ഭിന്നത പാടില്ല. ഷേഖ് അൽബാനി റഹിമഹുല്ലാഹ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ബാപ്പക്ക് നോമ്പും മകന് പെരുന്നാളും അല്ലെങ്കിൽ മകന് നോമ്പും ബാപ്പക്ക് പെരുന്നാളും എന്ന് ഒരു വീട്ടിലാകാൻ പാടില്ല. അൽബാനി റഹിമഹുല്ലാഹ് ആഗോളവാദക്കാരനാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇത് അമുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച്. ബാറക്കല്ലാഹു ഫീക്കും. ഇന്നിവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വീട്ടിൽ ഭർത്താവ് സൗദിൻ്റെ കൂടെ പെരുന്നാളും ഭാര്യ നോമ്പിലുമാണ്. ഇത് വൻ ദുരന്തമല്ലേ? ഇങ്ങനെ വരാൻ പാടുണ്ടോ? ഔദു ബില്ലാഹ്, ഒരിക്കലും വരാൻ പാടില്ല ഇങ്ങനെ. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ ദുബായ്, ഖത്തർ, കുവൈത്ത് അവരൊക്കെ സൗദിനെ പിൻപറ്റുന്ന ആഗോളവാദമാണ്. അവിടെ പോയിട്ട് ചിലർ പോയിട്ട് പ്രാദേശികവാദമാണ് സത്യം, ഞാൻ ദുബായ് കണ്ടാലും എടുക്കുകയുള്ളൂ, ഞാൻ സൗദിനെ പിൻപറ്റൂല, ഞാൻ കുവൈത്തെ കണ്ടാലും എടുക്കുകയുള്ളൂ, ഞാൻ സൗദിനെ പിൻപറ്റൂല എന്ന് പറഞ്ഞ് ശരിയല്ല. തിന്മയാണ്, ഭിന്നതയാണ്, തിന്മയാണ്. അവിടെ പ്രാദേശികവാദം സത്യം എന്ന് തോന്നുന്നവർ സൗദിൻ്റെ കൂടെ തന്നെ എടുക്കണം, ആഗോളവാദം എടുക്കണം. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന, ഇത് ഉസൂലാണ്. ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളുടെ ഭിന്നത പാടില്ല. അൽ ഖിലാഫു ഷർറുൻ, ഭിന്നത തിന്മയാണ്. ഇത് തിന്മയാണ് ഈ വിഷയത്തിൽ. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് പിന്നെ അത് ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി ഇതിനൊരു തടസ്സം നിൽക്കുന്നത് കാലി ഷിർക്ക് ചെയ്യുന്ന ആളല്ലേ എന്നാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ കുറേ ഷിർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ എന്നാണ്. ഇതും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇത് അദ്ദേഹത്തിൻ്റെ ഫത്വ മജ്മൂഇലുണ്ട്. കാല് ഷിർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് സ്ഥിരീകരിക്കണ്ട, പക്ഷേ ജനങ്ങൾ എപ്പോഴാണ് നോമ്പിലേക്കും പെരുന്നാളിലേക്കും പ്രവേശിക്കുന്നത് നോക്ക്. എന്നിട്ട് ജനങ്ങളെ കൂടെ എന്താക്കണം, നോമ്പിലും പെരുന്നാളിലേക്കും പ്രവേശിക്കണം. ഈ ഫത്വയിലാണ് ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് ഭിന്നിക്കരുത്. ഇതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നതെന്ന്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അൽഹംദുലില്ലാഹ് നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദുള്ളവർ എല്ലാ മാസവും നോമ്പ് മാസപ്പിറവി നോക്കുന്നുണ്ട്. എല്ലാ മാസവും അവർ സുന്നത്ത് പ്രകാരം മഗ്‌രിബിന് ശേഷം മാസപ്പിറവി നോക്കുന്നുണ്ട്, തൗഹീദുള്ള ആൾക്കാർ. അപ്പം എന്താ പ്രശ്നം? അപ്പോൾ അവർ പ്രാദേശികവാദമാണ്. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ മഹാഭൂരിപക്ഷവും പ്രാദേശികവാദമാകുമ്പം ഇവിടെ ആഗോളവാദം നടപ്പിലാക്കാൻ പാടില്ല, തിന്മയാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ ജനങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസം നോമ്പ് നോക്കുക എന്ന് പറയുന്നിടത്ത് ഇവിടെയും പണ്ഡിതന്മാരെ തൗഹീദുള്ള ആളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അത് തൗഹീദുള്ള ആളുകളുടെ കൂടെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിതനും, അഹ്ലുസുന്നത്തിൻ്റെ കിബാറായ ഒരു പണ്ഡിതനും. നമ്മൾ അന്വേഷിക്കണം അവർ തൗഹീദുള്ള ആളാണോ അല്ലേ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല.
അതേസമയത്ത് തൗഹീദുള്ള ആളുകൾ ആഗോളവാദക്കാരിലുണ്ട്, പ്രാദേശികവാദക്കാരിലുമുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അല്ലാതെ തൗഹീദുള്ളവരെ കൂടെ നിൽക്ക് എന്നിട്ട് ആഗോളവാദം നടപ്പിലാക്ക്, അങ്ങനെ വരില്ലല്ലോ. കാരണം തൗഹീദുള്ളവർ പ്രാദേശികവാദക്കാരിലുണ്ട്. അപ്പോൾ പ്രാദേശികവാദമാണ് മഹാഭൂരിപക്ഷം. അപ്പോൾ കാത് ശിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷെയ്ഖ് ബിൻ ബാസ് പറഞ്ഞു, ജനങ്ങൾ എപ്പോഴാണ് പ്രവേശിക്കുന്നു നോക്ക്. അൽഹംദുലില്ലാ കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തൗഹീദുള്ളവർ എല്ലാ മാസവും മാസപ്പിറവി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളെന്ത് ചെയ്യണം? ഈ ഭിന്നത ഒഴിവാക്കാൻ എല്ലാവരും പ്രാദേശികവാദം അനുസരിച്ച് നമ്മൾ ഈ കർമ്മം ചെയ്യണം. ബാറക്കല്ലാഹു ഫീക്കും. പിന്നെ ഒരു വിഷയം, മാസപ്പിറവി കമ്മിറ്റികളെക്കുറിച്ചുള്ള ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളൊക്കെ സത്യമാണ്. കലണ്ടറിലെ തീയതിയിൽ മാറ്റം, അങ്ങനെ പല പ്രശ്നങ്ങളും. ഓരോ സംഘടനക്കും ഓരോ തീയതി. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇവിടെ തീയതിക്കും കമ്മിറ്റിക്കും കലണ്ടറിലൊക്കെ പ്രശ്നമുണ്ടെങ്കിലും മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നോമ്പിലേക്കും പെരുന്നാളിലേക്കും പ്രവേശിക്കുന്നത് ഒരേ ദിവസമാണ്. ശ്രദ്ധിച്ചിനോ? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇവിടെ ഭിന്നതക്ക് സാധ്യത വരുത്തരുത് ആഗോളവാദക്കാർ. ബാറക്കല്ലാഹു ഫീക്കും. പിന്നുള്ള കുറച്ച് ഫിത്നക്കാരുണ്ട്. അവർ എന്താണ്, ആ മാസം കണ്ട് കാതി എടുത്തില്ല, എന്നിട്ട് അവർ മൊബൈലിൽ ചിത്രങ്ങളൊക്കെ എടുത്ത് വാട്സാപ്പിലൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ച് ഫിത്തന ഉണ്ടാക്കുകയാണ്. അവർ പറയുന്നത് എന്താ? നമ്മൾ തൗഹീദിൻ്റെ ആളായിട്ടും മാസപ്പിറവി എടുത്തില്ല. തൗഹീദിൻ്റെ ആൾക്കാർ നാട്ടിൽ ഫിത്തനയും പ്രസാദം ഉണ്ടാക്കും. കാരണം ഹദീസ് പഠിപ്പിക്കുന്ന എന്താ? ജനങ്ങൾ നോമ്പിലേക്ക് എല്ലാവരും പ്രവേശിച്ചോടണം. പിന്നെ അവിടെ എൻ്റെ മാസപ്പിറവി കണ്ടത് എടുത്തില്ല എന്ന് പറയരുത്. അതും പണ്ഡിതന്മാർ എന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനും നിങ്ങളും ശരിക്കും മാസപ്പിറവി കണ്ടു, നമ്മൾ തൗഹീദിൻ്റെ ആളുകളാണ്, കാതി എടുത്തില്ല, എന്നാൽ നമ്മൾ ജനങ്ങളുടെ കൂടെ തന്നെ നോമ്പിലേക്കും പെരുന്നാളിലേക്കും പ്രവേശിക്കണം. നമ്മൾ ഒറ്റക്കൊറ്റക്കായിട്ട് ഞാൻ കണ്ടല്ലോ, കണ്ണുകൊണ്ട് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒറ്റക്കൊറ്റക്കായിട്ട് നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അമൽ ചെയ്യരുത് എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. രഹസ്യമായിട്ട് വേണമെങ്കിൽ എടുത്ത്, പക്ഷെ പരസ്യമാക്കരുത്. എന്നിട്ട് നാട്ടിൽ ഫിത്തിനയും കുഴപ്പം ഉണ്ടാക്കരുത്. അപ്പോൾ ഒന്നിക്കൽ രഹസ്യമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുക. ഈ രണ്ട് രീതിയെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നാട്ടിൽ മൊബൈൽ ഫോണിലൊക്കെ ചിത്രം എടുത്തിട്ട് വ്യാപകമായി പ്രചരിപ്പിച്ചിട്ട് കുഴപ്പമുണ്ടാക്കരുത്. തർക്കവും അതിൻ്റെ മുകളിൽ നോമ്പ് ഇബാദത്തിനൊക്കെ സമയം കാണിക്കുന്ന അവസ്ഥ ആവരുത്. ഇത് ഇബാദത്തല്ലേ ശ്രേഷ്ഠമായ, അത് തർക്കിച്ച് സമയം കളയുക. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് പറയും എന്താണ്, നോക്ക് ഇന്ന് റമദാൻ 1 പക്ഷെ ചന്ദ്രൻ നോക്ക് 2ാമത്തെ ചന്ദ്രനാണ്. അപ്പോൾ എന്തായാലും ഒരു നോമ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഖളാ വീട്ടണം. അത് വേറൊന്ന് ഭയങ്കര പ്രചരിപ്പിക്കൽ, ഖളാ വീട്ടണം. നമുക്ക് നോമ്പ് നഷ്ടപ്പെട്ടു. ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സുബ്ഹാനല്ലാഹ്. റമദാൻ ഒന്ന് തീരുമാനിക്കുന്ന ചന്ദ്രൻ്റെ ദിവസം വലിപ്പം നോക്കിയിട്ടല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും റമദാൻ ചന്ദ്രൻ 2ാമത്തെ ദിവസം റമദാൻ 1 ആയിട്ടുണ്ട്. എപ്പോഴാകാം? ഇപ്പോൾ ഷഅബാനിൽ 30 പൂർത്തിയാക്കി. കാണാത്തത് കൊണ്ടാണല്ലോ 30 പൂർത്തിയാക്കിയത്. അങ്ങനെ അടുത്ത ദിവസം റമദാൻ 1 ആയി. പക്ഷേ ആ കാണാത്തന്ന് ചന്ദ്രൻ ആകാശത്തിലുണ്ടെങ്കിലോ 1ാമത്തെ ചന്ദ്രൻ്റെ വലിപ്പമായിരിക്കും. അങ്ങനെ 30 പൂർത്തിയാക്കിയിട്ട് പിറ്റേന്ന് റമദാൻ 1 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൻ്റെയൊക്കെ കാലത്ത് റമദാൻ 1 ആകുമ്പം ചന്ദ്രൻ എത്രാമത്തെ ദിവസമായി? 2ാമത്തെ ദിവസമായി. അതുകൊണ്ട് ചന്ദ്രൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല റമദാൻ 1 തീരുമാനിക്കുക. അതുകൊണ്ട് ഈ ഫിത്നകളൊക്കെ ഒഴിവാക്കുക. നമ്മൾ ഐക്യത്തോടെ, ഇവിടെ കേരളത്തിൽ പ്രാദേശികവാദം ആയതുകൊണ്ട് നമ്മൾ ഐക്യത്തോടെ എല്ലാവരും
പ്രാദേശികവാദികളാകാം. ആഗോളവാദമാണെങ്കിൽ നമ്മളതിനെതിരല്ല, ആഗോളവാദമാകണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല അവസ്ഥ. ഇവിടെ എല്ലാവരും പ്രാദേശികവാദികളാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാദേശികവാദികളാകാം. വരും വർഷങ്ങളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി ഈ തർക്കമൊക്കെ ഒഴിവാക്കി നമ്മൾ സത്യസന്ധതയോടെ കാര്യങ്ങൾ നോക്കി ഹക്ക് മനസ്സിലാക്കി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ തർക്കം ഒഴിവാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ നിന്ന് പഠിപ്പിച്ചത്. ഇതാണ് മൻഹജ്, ഇതാണ് രീതിശാസ്ത്രം, ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അഹ്ലു സുന്നത്തിൻ്റെ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ ഐക്യത്തോടെ പറഞ്ഞ വിഷയങ്ങളായത്. ഇതിൻ്റെ ഒക്കെ അറബി വാചകങ്ങളും വേണമെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലേഖനത്തിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങൾക്ക് എല്ലാ പണ്ഡിതന്മാരുടെയും അറബി വാചകം നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ പരിഭാഷയും എഴുതിയിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അത് ഈ ഉസൂൽ അടിസ്ഥാനം നമ്മൾ ഭിന്നിക്കരുത്. അത് ആഗോളവാദക്കാരും അങ്ങനെ തന്നെ, പ്രാദേശികവാദക്കാരും അങ്ങനെ തന്നെ. ഒരു നാട്ടിൽ എല്ലാവരും മഹാഭൂരിപക്ഷവും പ്രാദേശികവാദമാണെങ്കിൽ എല്ലാവരും പ്രാദേശികവാദമാക്കണം. ഒരു നാട്ടിൽ എല്ലാവരും ആഗോളവാദമാണെങ്കിൽ എല്ലാവരും ആഗോളവാദമായിരിക്കണം. ഇങ്ങനെയാണ് നോമ്പിൻ്റെയും പെരുന്നാളിൻ്റെയും ഐക്യത്തിൻ്റെ രീതിശാസ്ത്രം, മൻഹജ്. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുറൈബിൻ്റെ ഹദീസുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയാനുണ്ട്. കാരണം ആഗോളവാദക്കാർ പറയും ദുൽഹജ്ജ് 9 ലോകം മുഴുവൻ ഒറ്റ ദിവസമാണ്. അങ്ങനെയല്ല. ബാറക്കല്ലാഹു ഫീക്കും. ഖുറൈബിൻ്റെ ഹദീസാണ് അതിന് തെളിവ്. ഖുറൈബിൻ്റെ ഹദീസിൽ വ്യക്തമാക്കുന്നുണ്ട്, ഷാമിൽ മാസപ്പിറവി, റമദാൻ്റെ മാസപ്പിറവി കണ്ടത് വെള്ളിയാഴ്ചയും മദീനത്ത് ശനിയാഴ്ചയാണ്. കണ്ടോ, 2 തീയതിയായി. ആഗോളവാദക്കാർ അറിയും വെള്ളിയാഴ്ച ലോകം മുഴുവൻ ഒറ്റ ദിവസമല്ലേ. അങ്ങനെയാണ് അവർ തെളിവ് അറിയാം, പ്രമാണമൊന്നുമല്ല. അങ്ങനെ ഖുറൈബ് മദീനത്തെത്തിയപ്പം ഖുറൈബിന് 30 റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 29 കണ്ടോ, 2 ഡേറ്റ് ക്ലിയറാണ്. ഒരു ദിവസത്തിന് 2 ഡേറ്റ് ഉണ്ട്. കാരണം എന്താ, സൂര്യന് ഉദയാസ്തമന വ്യത്യാസം ഉള്ളതുപോലെ ചന്ദ്രനും ഉദയാസ്തമന വ്യത്യാസം ഉണ്ട്. അതറിയപ്പെട്ടതാണ്. അതുകൊണ്ടും പ്രാദേശികവാദമാണ് കൂടുതൽ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മൾ തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. ഭിന്നത തിന്മയാണ്. ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ അത് നമ്മൾ സൂക്ഷിക്കുക. അത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമായിട്ട് കാണാം. തർക്കങ്ങളൊക്കെ ഒഴിവാക്കുക. പ്രഥമ മുൻഗണന നോമ്പും പെരുന്നാളും കുടുംബത്തിൻ്റെ കൂടെ ആയിരിക്കണം. അത് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതാണ്. ഒരു വീട്ടിൽ തന്നെ ഭിന്നത വരാൻ പാടില്ല. അത് ദുരന്തമാണ്. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആഗോളവാദക്കാർ സൗദിൻ്റെ കൂടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതേ വീട്ടിൽ കുടുംബത്തിൽ നോമ്പായിരിക്കും. ഇങ്ങനെ വരാൻ പാടില്ല. ഇങ്ങനെ ഒരിക്കലും ഇസ്ലാമിൽ വരാൻ പാടില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ട് ഐക്യം എന്ന് പറഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങളുടെ കൂടെ അല്ല. പ്രഥമ മുൻഗണന നൽകേണ്ടത് കുടുംബത്തോടും അടുത്തുള്ള സമൂഹത്തോടും കൂടിയാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തർക്കമില്ലാത്ത വിഷയമാണ്. അതാത് നാട്ടിൽ പോലെ നിൽക്കണം. അപ്പോൾ അവിടെ മുഴുവൻ പ്രാദേശികവാദികളാണെങ്കിൽ കുടുംബം മുഴുവൻ ഐക്യത്തിലായി, തൊട്ടടുത്ത ചുറ്റുവട്ടത്തുള്ള സമൂഹം മുഴുവൻ ഐക്യത്തിലായി. അവിടെ മുഴുവൻ ആഗോളവാദക്കാരാണെങ്കിൽ കുടുംബം മുഴുവൻ ഐക്യത്തിലായി, ചുറ്റുവട്ടത്തുള്ള സമൂഹവും ഐക്യത്തിലായി. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. വരും വർഷങ്ങളിൽ നമ്മൾ ഐക്യത്തോടെ നോമ്പിലേക്ക് പ്രവേശിക്കുക, പെരുന്നാൾ ആഘോഷിക്കുക, കുടുംബത്തോടും ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സമൂഹത്തോടു കൂടി. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.